ഹലോ എവ്രി വൺ. ഇത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 5 മിനിറ്റ്സിൽ ചെയ്യാവുന്ന ഒരു ഈസി ഫ്ലവർ പാറ്റേണിൻ്റെ ട്യൂട്ടോറിയലാണ്. നിങ്ങൾ ജസ്റ്റ് ക്രോഷ്യ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാറ്റേണാണ്. ഇതിനകത്ത് ചെയിൻസും ട്രിപ്പിൾ ക്രോഷ്യേസും മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ആണ് അതിന് പറ്റിയൊരു ഹുക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വെയ്റ്റ് അക്രിലിക് യാണാണ്. 4.5 സൈസിലെ ഒരു ഹുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ യാണും ഹുക്കും എടുക്കുക, ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് കയ്യിലൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റി, ഒന്നെങ്കിൽ ഇങ്ങനെ എക്സ് പോലെ പിടിക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഒരു റൗണ്ട് ലൂപ്പ് ഉണ്ടാക്കുക. ഇതിൻ്റെ നടുക്കൂടെ നമ്മുടെ ഈ ടെയിലിൻ്റെ എൻഡ് എടുത്തിട്ടിങ്ങനെ വലിക്കുക. ഇതാണ് നിങ്ങൾക്ക് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. സ്ലിപ്പ് നോട്ട് കിട്ടി. ഈ സ്ലിപ്പ് നോട്ടിനെ ഒന്ന് ജസ്റ്റ് ചെറുതാക്കിയിട്ട് ഈ ഹുക്കിനകത്തൂടെ കയറ്റി ടൈറ്റ് ചെയ്യുക. ഒത്തിരി ടൈറ്റ് ചെയ്യാനും പാടില്ല, ഒത്തിരി ലൂസാക്കാനും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു 6 ചെയിൻസാണ് ചെയ്യാനുള്ളത്. ചെയിൻ സ്റ്റിച്ച് അറിയാമല്ലോ. നമ്മുടെ ഹുക്കിനെ യാൺ ഓവർ ചെയ്തിട്ട് ഈ ലൂപ്പിൽ കൂടെ ഒന്ന് ഊരിയെടുത്താൽ ചെയിനായി. അപ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്തു. ഇനി ചെയിൻ 2, ചെയിൻ 3, chain 4, chain 5 and chain ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം അങ്ങനെ തെറ്റുകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹുക്ക് ഊരുക, ജസ്റ്റ് അതൊന്ന് ഊരിയെടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് വീണ്ടും ഹുക്കിടുക, ടൈറ്റാക്കുക. അപ്പം 1 2 3 4 5 6 ചെയിൻസ് നമ്മൾ ചെയ്തു. 6 ചെയിനിനെ നമ്മൾ ചെയ്യുന്നത് ഈ ഫ്ലവറിൻ്റെ സെൻട്രൽ പാർട്ടായിട്ടാണ്. അതായത് ഈ ഫ്ലവർ നോക്കിയാൽ ഇതിവിടെ ഒരു റൗണ്ടുണ്ട്. ഈ റൗണ്ടിനകത്തേക്കാണ് ബാക്കി എല്ലാ സ്റ്റിച്ചസും വന്നിരിക്കുന്നത്. നമുക്കിത് മാജിക് റിങ് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ അത് ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ 6 ചെയിൻസും നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞ ഒരു റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ആ റൗണ്ടിനകത്തേക്കാണ് നമ്മൾ ബാക്കി സ്റ്റിച്ചസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ചെയിനിനെ ഇങ്ങനെ പിടിക്കുക. ഈ ചെയിൻസ് നിവർന്നതിനിരിക്കാൻ നോക്കി. ഇതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ വർക്ക് നീറ്റാവില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ പിടിച്ചിട്ട് ഇതിങ്ങനെ വളച്ചിട്ട് ഈ ടെയിലിനെ ബാക്കിലോട്ട് മാറ്റിയാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ടെയിലിനെ ബാക്കിലോട്ട് മാറ്റുക. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയിനില്ലേ, ഫസ്റ്റ് ചെയിനിൻ്റെ അകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിൽ കൂടെ ഊരണം, നമ്മുടെ ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ ഊരണം. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ കിട്ടി. കണ്ടോ? ഈ സർക്കിളിനകത്തേക്കാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പെറ്റൽസ് ചെയ്യാൻ പോകുന്നത്. ഈ ടെയിലിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്കങ്ങ് പിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വഴിക്കത് ഇടയ്ക്ക് കയറി വരില്ല. ഈ സർക്കിളിനകത്തേക്കാണ് നമ്മളിനി 5 പെറ്റൽസ് ചെയ്യാൻ പോകുന്നത്. 5 പെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്രോഷ്യയും ചെയിൻസും വെച്ചിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് ഒരു പെറ്റൽ എന്ന് പറയുന്നത്. ഒരു പെറ്റൽ തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് പെറ്റലിന് നമ്മൾ ആദ്യം ഒരു ചെയിൻ 4 ചെയ്യുക. ചെയിൻ 4. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് വരുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ 2 തവണ യാൺ ഓവർ ചെയ്യണം ഹുക്കിലേക്ക്. എന്നിട്ട് ഈ 3 ലൂപ്പിനെയും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ
റിങ്ങിൻ്റെ നടുക്കോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് യാൺ ഓവർ ചെയ്ത് ലൂപ്പ് എടുക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്യുക 2 തവണ, എന്നിട്ട് ഈ ലൂപ്സ് പിടിക്കുക, എന്നിട്ട് ഈ റിങ്ങിനകത്തേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ പിടിക്കുകയാണെങ്കിൽ ഇത് ലൂസായി പോകാണ്ടിരിക്കും. ഇവിടെ പിടിച്ചുകൊണ്ട് തന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്ത് എടുക്കുന്നു. അപ്പം നമ്മുടെ കയ്യിൽ മൊത്തം 4 ലൂപ്സായി. 4 ലൂപ്സിലെ ആദ്യത്തെ 2 ലൂപ്പിനെ യാൺ ഓവർ ചെയ്ത് ഊരിയെടുക്കുന്നു. 3ആയി. 3 ആദ്യത്തെ 2 എണ്ണത്തിനെ എഗെയിൻ യാൺ ഓവർ ചെയ്തെടുക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് 2 ലൂപ്സ് ഉണ്ട്, അതിനെ യാൺ ഓവർ ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ. അതിനെ ഇച്ചിരി ഇതിനോട് ചേർത്ത് ഇങ്ങനെ നീറ്റാക്കി വെക്കാം. ഇതുപോലെ നമുക്കൊരു 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. 3 ട്രിപ്പിൾ ക്രോഷ്യയും ഒരു 4 ചെയിനും കൂടെ ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഒരു പെറ്റൽ ആക്കിയെടുക്കാൻ പോകണം. ഓക്കെ, അഗെയിൻ 1 മോർ ടൈം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. 1 മോർ അല്ല, ഇനി നമുക്കൊരു 2 മോർ ടൈംസ് ചെയ്യാനുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ട്രിപ്പിൾ ക്രോഷ്യ 2 തവണ യാൺ ചുറ്റി ഈ റിങ്ങിനകത്തൂടെ യാൺ ഓവർ ചെയ്ത് എടുത്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ ഊരിയെടുത്തു. യാൺ ഓവർ ചെയ്ത് രണ്ടാമത്തെ സെറ്റ് 2 ലൂപ്സിൽ കൂടെ ഊരിയെടുത്തു. ഇനി ലാസ്റ്റ് 2 ലൂപ്സിൽ കൂടെ ഊരിയെടുത്തു. ഓക്കെ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യായി. ഇനി തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ 2 തവണ ചുറ്റി ഹോളിനകത്തേക്കായി ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുത്തു. യാൺ ഓവർ pull through the first 2 loops, then yarn over, pull through the second 2 loops, and again yarn over and pull through the last 2 loops. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് 4 ചെയിൻസ് 1 2 3 ട്രിപ്പിൾ ക്രോഷ്യ. ഇതിനൊന്ന് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തേക്കൊക്കെ ഇരിക്കട്ടെ, ചേർത്ത് വെച്ചു. എന്നിട്ടിനി അടുത്ത 4 ചെയിൻ 1 2 3 4 ചെയിൻസ് നമുക്കായിട്ടുണ്ട്. ഈ 4 ചെയിൻസിനെയും ഞാൻ ഈ റിങ്ങിനകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. 4 ചെയിൻ ചെയ്തു. ഈ റിങ്ങിനകത്തേക്ക് ഇങ്ങനെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ആ എടുത്ത യാണിനെ നമ്മൾ ഈ ലൂപ്പിൽ കൂടെ ഊരിയെടുത്തു. ഓക്കെ, അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ലൂസി ലൂപ്പിനാക്കിയിട്ട് വീണ്ടും തിരിച്ച് എടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇനി 4 പെറ്റൽസും കൂടെ, ടോട്ടൽ 5 പെറ്റൽസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ആദ്യം 4 ചെയിൻ, പിന്നെ 1 2 3 ട്രിപ്പിൾ ക്രോഷ്യ, then again 4 chains. അടുത്ത പെറ്റൽ 1 2 3 4 ചെയിൻസായി. എന്നിട്ട് 2 ട്രിപ്പിൾ ക്രോഷ്യ ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ആയി. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ. നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതി. ഓരോ തവണയും ലൂപ്സിൽ നിന്ന് 2 ലൂപ്പിൽ നിന്ന് ഒരുമിച്ച് ഊരിയെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ ലൂപ്പിൽ നിന്ന് ഊരുക, എന്നിട്ട് രണ്ടാമത്തെ ലൂപ്പിൽ നിന്ന് ഊരിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഓരോ ട്രിപ്പിൾ ക്രോഷ്യ കഴിയുമ്പോഴും ഈ പെറ്റലിനോട് അടുപ്പിച്ചടുപ്പിച്ച് ഒരു പെറ്റൽ നീറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക. നമുക്ക് 5 എണ്ണം ചെയ്യാനുള്ളൊരു സ്പേസ് വേണം. ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ. ഓക്കെ, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയിൻ 4 1 2 3 4 ചെയിൻ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്.
എന്താ ഈ ലൂപ്പിനകത്തൂടെ ഇപ്പം ഞാൻ വലിച്ചപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിപ്പോയി, അപ്പോൾ എനിക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഈ അളോർ ചെയ്തെടുത്ത് ഇങ്ങോട്ട് ഈ ചെയിനകത്തൂടെ കയറ്റി. അപ്പോൾ അത് ടൈറ്റായി. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് ഇങ്ങോട്ട് അടുപ്പിക്കുക. അപ്പോൾ ഈ പെറ്റൽസ് അടുത്തടുത്ത് വരും. അങ്ങനെ നമ്മളിനി ഗ്രാജുവലി ബാക്കി 3 പെറ്റൽസും കൂടെ ചെയ്ത് കഴിയുമ്പം ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി വന്നോളും. സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇങ്ങനെ അടുപ്പിക്കുകയാണെങ്കിൽ അത് നീങ്ങി കിട്ടും. ഇപ്പോൾ 2 പെറ്റൽസ് നമ്മൾ കണ്ടു. ഇനി ബാക്കിയുള്ള പെറ്റൽസും കൂടെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതാ ഞാൻ 5 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. 5 പെറ്റൽസും അവസാനത്തെ 4 ചെയിനും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇതിനകത്തൂടെ ഊരിയെടുക്കുന്നു. എന്നിട്ട് ഒരു ചെയിനും കൂടെ ചെയ്യുക. ഒരു ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ലിപ്പ് സ്റ്റിച്ചുകളെല്ലാം സെക്യൂർ ആക്കി വെക്കാനാണ്. ഒരു ചെയിൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു സിസേഴ്സോ ത്രെഡ് കട്ടറോ എടുത്തിട്ട് കുറച്ചൊരു ടെയില് ഒരിച്ചിരി നീളത്തിലിട്ടിട്ട് ഇതിനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഊരിയെടുക്കുക. ഇതിനെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിക്കോളും. ഇത് കണ്ട ഒരു പൂവിൻ്റെ ഷേപ്പൊന്നും ഇല്ലായിരിക്കും, പക്ഷെ നമ്മൾ ഒന്ന് നിവർത്തി ഈ സ്റ്റിച്ചുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. പിന്നെ നമ്മുടെ ഈ ആദ്യം ചെയ്ത ആദ്യത്തെ യാണെൻ്റെ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കിയാൽ ഈ റൗണ്ടും ചെറുതായിട്ടൊന്ന് ക്ലോസ് ആവും. എന്നിട്ട് ഇതിനെയും ടൈറ്റ് ചെയ്തിട്ട് പുറകിലേക്ക് ആക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ടോ നോക്കി ഒന്ന് നിവർത്തിയൊക്കെ വെക്കുക. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ടൈ ചെയ്ത് കഴിഞ്ഞത് ടൈറ്റായിട്ട് ഇരുന്നോളും. ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടൈ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതെന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലോ അങ്ങനെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതിനറ്റത്തേക്കൊരു ഡാണിങ് നീഡിൽ ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിലും എവിടെയെങ്കിലും കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കുമോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡാണിങ് നീഡിൽ വെച്ചിട്ട് ഇതിനെ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈലൻസ് എല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഫ്ലവറിൻ്റെ ബാക്കിൽ ഞാനിതൊന്ന് ടൈ ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇതിനകത്ത് ബാക്ക് സൈഡ് നമുക്ക് നീറ്റായിട്ടായിരിക്കുന്നത്. ഇത് ഞാൻ ഈ ടൈലൻസ് ഒരു ഡാണിങ് നീഡിൽ വെച്ചിട്ട് ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു ഡാണിങ് നീഡിൽ വെച്ചിട്ട് ഇതിനെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നീറ്റായിട്ടിരിക്കുന്നത്. നമുക്ക് അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡായിട്ടൊരു ഡാണിങ് നീഡിൽ ഉണ്ടെങ്കിൽ ഇതെടുക്കുക. ഇതിൻ്റെ ഈ ഐ കുറച്ച് വലുതാണ്, അപ്പോൾ നമ്മുടെ ഈ അക്രിലിക്കാണ് കയറാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ഈ രണ്ടും ഞാൻ ടൈ ചെയ്തുകൊണ്ട് ഇതിനെ രണ്ടിനെ ഞാൻ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഡാണിങ് നീഡിനകത്തേക്ക് അതിൻ്റെ ഐക്കകത്തേക്ക് നമ്മുടെ ഈ യാണിനെ ഇൻസേർട്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഇത് ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതിനകത്തേക്ക് നീഡിലിൻ്റെ ഐക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാം കൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചസ് ഈ സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് എക്സസ് വരുന്നതിനെ കട്ട് ചെയ്യാം. പിന്നെ അത് നീറ്റായിട്ട് അങ്ങനെ ഇരുന്നോളും.
ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. ചില ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഫ്രണ്ട്. ഇതാ ഇങ്ങനെ എത്ര കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം വെയ്റ്റ് അക്രിലിക് യാണാണ് എടുത്തിരിക്കുന്നത്. 4.5 mm ഹുക്കുമാണ്, അതുകൊണ്ടാണ് ഈ സൈസിൽ കിട്ടുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതിൽ വെയിറ്റ് കുറഞ്ഞൊരു യാണാണെങ്കിൽ ഇതിൽ ചെറിയ സൈസിലായിരിക്കും നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കിട്ടുക. അപ്പം ഹുക്കിൻ്റെയും യാണിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സൈസ് മാറും, വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. ഈ ഫ്ലവർ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിൽ കമൻറ്റിൽ കൂടെ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഫ് യു വാണ്ട് മോർ സച്ച് ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽസ്, എന്തെങ്കിലും സജഷൻസോ പാറ്റേൺസ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ പ്ലീസ് ഡു കമൻറ്റ്. ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.